പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, വളരെയേറെ വേദനയോടും സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുക. നമുക്കറിയാം, കേരള സമൂഹത്തിൽ 40,000-ത്തിലധികം സമർപ്പിതരും 10,000-ത്തിലധികം വൈദികരുമുണ്ട്. കേരളത്തിൽ വളരെ ന്യൂനപക്ഷമാണ് കത്തോലിക്ക തിരുസഭ. പക്ഷേ ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ ഏതെങ്കിലും ഒരു സമർപ്പിതയുടെയോ വ്യക്തിപരമായ കുറവുകളുടെ പേരിൽ ക്രിസ്തു സ്ഥാപിച്ച ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ കേരളത്തിൽ കടന്നാക്രമിക്കുന്ന പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിശക്തമായി സഭയെ ആക്രമിക്കുന്ന ഒരു വലിയ പാപത്തിൻ്റെ പിടിയിലാണ് ഇത് ലോകം മുഴുവൻ. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ അനേകം കുറവുകളും വീഴ്ചകളും പറ്റിയ വീണുപോയ വൈദികരും സമർപ്പിതരുമുണ്ട്. ഇപ്പം ഈശോ തന്നെ പ്രാർത്ഥിച്ചു തെരഞ്ഞെടുത്ത്, മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത മർക്കോസ് 3:12-13 തെരഞ്ഞെടുത്ത 12 സ്ലീഹന്മാരിൽ ഒരു വ്യക്തിയാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ഒരു മെത്രാനായ യൂദാസ് കറിയാത്ത. അപ്പോൾ 12 മെത്രാന്മാരിൽ ഒരു മെത്രാൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞാനിത് പറയുന്നത്, ക്രിസ്തു തെരഞ്ഞെടുത്ത വ്യക്തികളിൽ കുറവുകളോടുകൂടി തന്നെയാണ് ക്രിസ്തു അവരെ തെരഞ്ഞെടുത്തത്, സഭയിൽ അവരെ തെരഞ്ഞെടുത്തത്. ഇപ്പം നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സിസ്റ്റർമാർക്ക് വീഴ്ച ഉണ്ടായിട്ട് എന്തോ ഒരു ആഘോഷമാണ് ഇപ്പം നടക്കുന്നത്. അതിൽ ഏറ്റവും വേദനാജനകമായ സംഭവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് കത്തോലിക്കരായ വ്യക്തികളും കുടുംബങ്ങളുമാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ആഘോഷത്തിലൂടെ വരുന്ന ഒരു വീഴ്ച എന്നറിയാം. മത്തായി സുവിശേഷം 7:1-2 വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, കേരളത്തിൽ ഈ കേരള സഭയിൽ സമൂഹത്തിന് എത്രയോ നന്മ ചെയ്തവരാ സമർപ്പിതർ. അവർ സ്വയം മനസ്സായി ആരും പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടേ ആക്കിയതല്ല. സ്വമനസ്സാല ഡോക്ടർമാരുണ്ടായിരുന്നു, എഞ്ചിനീയർമാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ നിന്നവർ, കുടുംബത്തിൽ നിന്നവർ സ്വമനസ്സാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി വീട് വിട്ടിറങ്ങി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അപ്പോൾ അവർ സമൂഹത്തിനും സഭയ്ക്കും നാടിനും എന്തോരം നന്മ ചെയ്തു. വിദ്യാഭ്യാസമായിട്ടും പാവപ്പെട്ട വഴിയിൽ കിടക്കുന്ന, തെരുവിൽ കിടക്കുന്ന മക്കളെ ശുശ്രൂഷിച്ചും അനാഥരെ ശുശ്രൂഷിച്ചും സമൂഹത്തിന് നന്മ മാത്രമല്ല ചെയ്തത്. നിങ്ങൾ ഓർക്കണം, ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ ഈ സിസ്റ്റേഴ്സിനെയും വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ആക്രമിക്കുമ്പോൾ അവർക്കും ഒരു മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. ഈ സിസ്റ്റേഴ്സിനെയും വൈദികരെയും നമ്മൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്നില്ല? ഏതെങ്കിലും ഒരു വൈദികനോ ഒരു സിസ്റ്ററിനോ ഏതെങ്കിലും ഒരു വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ദൈവമക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള സമുദായത്തിൽ പ്രതികരിക്കുന്നില്ല? പ്രതികരിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ അവർ പ്രതികരിക്കും. നമ്മുടെ ശൈലി അതല്ല ദൈവമക്കളെ. ക്രിസ്തു കുരിശിൽ തൂക്കപ്പെട്ട് നഗ്നനായി കിടന്ന് അപമാനിക്കപ്പെടുമ്പോൾ പോലും ഒരു വാക്കും മിണ്ടാതെ നിന്ദനങ്ങളും അവമാനമെടുത്ത ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാ, സഹനദാസന്മാരാ. നിങ്ങൾ ഓർക്കണം, എന്തോരം മോശമായ രീതിയിലാണ് സമർപ്പിതരെക്കുറിച്ച് പറയുന്നത്, എന്തോരം മോശമായ രീതിയിലാണ് സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തെറ്റുപറ്റിയതിൻ്റെ പേരിൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണോ? കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് രാഷ്ട്രീയക്കാരുണ്ട്. അവരിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയതിൻ്റെ പേര് എല്ലാവരും അങ്ങനെയാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അതിൻ്റെ പേരിൽ സഭയെ ആക്രമിക്കുക, ഇതിന് നമ്മളാണ് കൂട്ടുനിൽക്കുന്നത്. നിങ്ങൾ ഈ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വിമർശിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്തോരം സമൂഹത്തിന് നല്ല ചാവറ പിതാവിനെ പോലെ, എവുപ്രാസ്യമ്മയെ പോലെ, മറിയം ത്രേസ്യയെ പോലുള്ള നിങ്ങൾ ഈ മോശമാണെന്ന് പറയുന്ന ഈ സഭയിലല്ലേ അവരുണ്ടായിരുന്നത്? അവരാരും സഭയെ കുറ്റം പറഞ്ഞവർ വിമർശിച്ചവരല്ലോ. വേറൊരു ഗ്രൂപ്പുകാരുണ്ട്. അതാണ് ഏറ്റവും വേദനാജനകമായ സംഭവം. സഭയ്ക്ക് നന്മ, സഭയെ ഉയർത്താൻ എന്ന രീതിയിൽ മാർപ്പാപ്പയ്ക്കെതിരെ, മെത്രാന്മാർക്കെതിരെ അതിശക്തമായ ആരോപണം. കേരള സഭയിലിരുന്ന് മാർപ്പാപ്പയ്ക്കെതിരെ വാർത്ത പറഞ്ഞാൽ മാർപ്പാപ്പ എങ്ങനെ അറിയും? നിങ്ങൾ മാർപ്പാപ്പയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മാർപ്പാപ്പയ്ക്ക് കുറവുണ്ടെങ്കിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കൈവിരിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചുമ്മാ സഭയുടെ അവിടെ ഇവിടെയുള്ള കുറവുകൾ പറഞ്ഞ് സഭയെയും വൈദികരെയും താറടിക്കുന്ന പ്രവണത നമ്മൾ മാറ്റണം. പകരം ഞാൻ തുറന്നു പറയാം, ഒരു വൈദികൻ വീണിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എത്ര പേര് ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്?
നമ്മൾ എത്ര പേർക്ക് ഈ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ എത്ര പേർക്ക് വികാരിയച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ നമ്മുടെ വീടുകളിലിരുന്ന് അവരെ കുറ്റം പറയെ ദുഷിപ്പിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയോടെ ആഘോഷിക്കുന്നില്ലേ? ദൈവമക്കളെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേറൊരു കാര്യമാണ് ഞാൻ പറയട്ടെ. ഇനി വീണുപോയ വൈദികർ അവർ ദൈവസന്നിധിയിൽ അനുദപിച്ച് പശ്ചാത്തപിച്ചെങ്കിൽ ദൈവം കരുണ കാണിക്കും. പക്ഷെ വിധിക്കുന്ന നമ്മൾ, റോമാലേഖനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ, വിധിക്കുന്നവൻ അതേ വിധി തന്നെ, അതേ പാപം തന്നെ ചെയ്യുന്നു. ഞാനൊരു വ്യക്തിക്കെതിരെ വിധിക്കുമ്പോൾ അതേ പാപമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം. ഇന്ന് കേരള സഭയിൽ, കേരള കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ദുഷിപ്പിൻ്റെ, ഒരു ഭിന്നതയുടെ ദുരാത്മാവാണ് മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുക. അതാണ് മാരകപാപം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദൈവമക്കളെ. പിശാച് വ്യഭിചാരം ചെയ്യത്തില്ല, പിശാച് കൊലപാതകം ചെയ്യത്തില്ല. കൊലപാതകത്തിന് പ്രേരണ നൽകും, വ്യഭിചാരത്തിന് പ്രേരണ നൽകും, ബാക്കിയെല്ലാ പാപത്തിനും പ്രേരണ നൽകും. എന്നാൽ പിശാച് നേരിട്ട് ചെയ്യുന്ന ഒരൊറ്റ പാപമുള്ളൂ. അത് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനം. സദാസമയത്ത് ദൈവമക്കളെപ്പറ്റി ദൂഷണം പറയുക. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് പരദൂഷണം പറയുക. പരദൂഷണം പറയുക. വീണ്ടും ഞാൻ പറയാം ദൈവമക്കളെ, ഒരു വ്യക്തിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്കൊരു വീഴ്ച വന്ന വ്യക്തികൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും കൈകൂപ്പി പറയുക ദൈവമക്കളെ, കേരള സഭയിൽ വീണുപോയ വൈദികർക്കും സമർപ്പിതർക്ക് വേണ്ടി നമ്മൾ കരയണം. സഭാ നേതൃത്വത്തിന് വേണ്ടി കരയണം. പ്രാർത്ഥിക്കാൻ ആളില്ലാതെ പോയി, കുടുംബങ്ങളിൽ കരയാൻ ആളില്ലാതെ പോയി, ദിവ്യകാരണത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ ആളില്ലാത്തതാണ് ഇപ്പോൾ കേരള സഭ അല്ലെങ്കിൽ ലോകം നേരിടുന്ന ദുരിതത്തിന് കാരണം. ദൈവമക്കളെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇവർക്ക് വേണ്ടി കരുണ കാണിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിൽ ആരാണ് വീഴാത്തവർ? വീഴാത്തവർ കല്ലെറിയട്ടെ. നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് വരെ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് ചങ്കുറപ്പുണ്ടെങ്കിൽ നീ ഇവരെ വിമർശിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.